അല്പസമയത്തിനകം ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് മാർച്ച് വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്ന പ്രതിപക്ഷത്തെ കാണാം. PR അരവിന്ദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇന്നും ഡൽഹി സാക്ഷിയാകാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഏറ്റുമുട്ടലിന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധത്തിന് വിലക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിജയ് ചൌക്കിൽ നിന്ന് തുടങ്ങും. ആ നിലക്ക് അടിക്ക് തിരിച്ചടി എന്നുള്ള ലൈനിൽ ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയെങ്കിൽ 2 സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോകുന്നു. ആ നിലയ്ക്ക് ഇന്ന് ഡൽഹി സാക്ഷിയാകാൻ പോകുന്നത് എന്താണ് ഈ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ? സൈഫുദ്ദീൻ, അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ഇപ്പോൾ വിജയ് ചൌക്കിൽ ഇന്ത്യ സഖ്യ എംപിമാർ പ്രതിഷേധിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ വിജയ് ചൌക്കിൽ എത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിൽ നിന്നടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർ പോസ്റ്ററുകളും അതുപോലെ തന്നെ ഫ്ലക്സും ഉയർത്തിയാണ് ഇത്തരത്തിൽ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അമിത്ഷാ രാജിവെക്കണം, അതുപോലെ തന്നെ അമിത്ഷാ മാപ്പ് പറയണമെന്നീ ആവശ്യങ്ങളാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് കാട്ടിക്കൊണ്ട് ലോക്സഭാ സ്പീക്കർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയ് ചൌക്കിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ വിജയ് ചൌക്കിൽ ഉയരുകയാണ്. അമിത്ഷാ അപ്പോളജൈസ് ആൻഡ് റിസൈൻ എന്ന പോസ്റ്ററുകൾ ഉയർത്തി കാണിക്കുന്നു. ഇതുകൂടാതെ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം. ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വിജയ് ചൌക്കിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് വളപ്പിലുണ്ടായ സംഭവത്തിൽ അടക്കം BJP കേസെടുത്തിരുന്നു. എന്തായാലും ഇത് അനീതിയാണ്, അല്ലെങ്കിൽ BJP ഇത്തരത്തിൽ ഈ ശ്രദ്ധ തിരിക്കുവാനാണ് ഇത്തരം ഒരു നീക്കമെന്നാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വിജയ് ചൌക്കിൽ ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അമിത്ഷാ രാജിവെക്കണം, വിഷയത്തിൽ അമിത്ഷാ മാപ്പ് പറയണം, അതിൽ നിന്ന് തങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒന്നടങ്കം വ്യക്തമാക്കുകയാണ്. നിരവധി നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബാക്കി നേതാക്കളും വിജയ് ചൌക്കിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഇപ്പോൾ വിജയ് ചൌക്കിൽ അരങ്ങേറുകയാണ്. സൈഫുദ്ദീൻ, അമിത്ഷായെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായി സമരം കടുപ്പിക്കുന്ന, നീക്കങ്ങൾ കടുപ്പിക്കുന്ന പ്രതിപക്ഷത്തെ നമുക്ക് കാണാം. അപ്പോൾ സ്വാഭാവികമായി 2 സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് വരാൻ പോകുന്നു. അതിന് അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ തൻ്റെ പ്രസംഗം വളച്ചൊടിച്ചു എന്നുള്ള ഒരു നരേഷൻ കൊണ്ടുവന്ന് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നീക്കങ്ങളെ ഏതൊക്കെ അർത്ഥത്തിൽ തടയിടാനായിരിക്കും BJPയുടെ ഭരണപക്ഷത്തിന്റെ നീക്കം? അരവിന്ദ്, സൈഫുദ്ദീൻ, എന്തായാലും ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് കാട്ടിക്കൊണ്ട് കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് എംപിമാരായ മാണിക്കം ടാഗോറും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷുമാണ്. ഇതുകൂടാതെ തന്നെ രാജ്യസഭയിൽ ചട്ടം 267 പ്രകാരം അമിത്ഷായുടെ ഈ പരാമർശങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസാണ് ഇപ്പോൾ BJP രാജ്യസഭയിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ അമിത്ഷായുടെ പ്രസംഗങ്ങളെ സമൂഹ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും വളച്ചൊടിച്ചു. ഇതിൽ നടപടി വേണമെന്നും ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ BJPയുടെ വനിതാ എംപിമാരെ രാഹുൽ ഗാന്ധി ഉപദ്രവിച്ച തരത്തിലുള്ള പരാതികൾ രാജ്യസഭാ ചെയർമാന് നൽകിയിരുന്നു. ഇതുകൂടാതെ തന്നെ 2 BJP എംപിമാർ നിലവിൽ ആശുപത്രിയിലാണ്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തത്. പക്ഷേ കോൺഗ്രസ് ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് തങ്ങളുടെ വനിതാ എംപിമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, പക്ഷേ അത് കേസെടുക്കാതെ അല്ലെങ്കിൽ അതിൽ കേസെടുക്കാതെ എന്തുകൊണ്ടാണ് BJP നൽകിയ പരാതിയിൽ മാത്രം കേസെടുക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് ഉയർത്തുന്നത്. എന്തായാലും എത്ര കേസെടുത്താലും നിലവിൽ BJP 26ഓളം കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി നൽകിയിട്ടുണ്ട്. ആ കേസുകളിൽ കൂടി ഒരു കേസും കൂടി വരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അംബേദ്കറുടെ പൈതൃകം സംരക്ഷിച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ അത് രാഹുലിന് ബഹുമതി എന്നാണ് KC വേണുഗോപാൽ അടക്കം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ പ്രതിഷേധം തുടരും, തങ്ങളുടെ പോരാട്ടം അവസാനിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷ CPM നേതാക്കളടക്കം വിജയ് ചൌക്കിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉടൻ തന്നെ എത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉടൻ തന്നെ വിജയ് ചൌക്കിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് വിജയ് ചൌക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഉടൻ തന്നെ എംപിമാർ ഇവിടെ നിന്ന് മാർച്ചായി പാർലമെന്റിലേക്ക് പോകും. പാർലമെന്റിലെത്തി ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സഭ ആരംഭിച്ചു മുതൽ പ്രക്ഷുബ്ധമാവുന്ന കാഴ്ചയായിരുന്നു കാണുവാൻ സാധിച്ചത്. സമാനമായ രീതിയിലെ കാഴ്ച തന്നെ ഇന്നും പാർലമെന്റ് സാക്ഷ്യം വഹിക്കും. ഒരുപക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ വരെ പോലീസ് തടയുമോ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് കാണേണ്ടതാണ്. UDF എംപിമാരടക്കം സഭ ഇന്നും പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് 2 സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്.
അതിലൊക്കെ അതിനെ എങ്ങനെയായിരിക്കും സ്പീക്കർ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനൊപ്പം പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധത്തിനാണ് നേരത്തെ പ്രതിപക്ഷം ഒരുങ്ങിയത്. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നുവെങ്കിൽ വിജയ് ചൗക്കിൽ നിന്ന് ഞങ്ങൾ മാർച്ച് തുടങ്ങും എന്ന് പ്രതിപക്ഷം തീരുമാനമെടുക്കുന്നു. അങ്ങനെ വിജയ് ചൗക്ക് ഒരു സമരമുഖമായി മാറുന്നു. വിജയ് ചൗക്കിൽ നിന്ന് അല്പസമയത്തിനകം ഈ പാർലമെന്റ് മാർച്ച് ആരംഭിക്കുകയാണ്. ഈ സമയം തന്നെ കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളെല്ലാം വിജയ് ചൗക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് കാണാം. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തും. അരവിന്ദ്, ഇതിലിപ്പോൾ ശാരീരിക ആക്രമണം, മുറിവേൽപ്പിക്കൽ, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, ക്രിമിനൽ ബലപ്രയോഗം, ഭീഷണിപ്പെടുത്തൽ, അക്രമത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. ഈ കേസിൽ FIR-ൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തുടർ നീക്കങ്ങൾക്ക് വളരെ വേഗത്തിൽ സാധ്യതയുണ്ടോ? ഈ കേസിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഈ ഒരു കേസ് പിടിച്ചുകൊണ്ട് BJP എന്തെല്ലാം ആലോചനകൾ നടത്തുന്നുണ്ടാവണം? സൈഫുദ്ദീൻ, ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു BJP ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ നിരവധി വകുപ്പുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതേസമയം 109ാമത്തെ വകുപ്പ് ചുമത്തണമെന്ന് BJP ആവശ്യപ്പെട്ടെങ്കിലും ആ വകുപ്പ് ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. 109ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് വധശ്രമത്തിന് കേസ്. ആ വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ ഗുരുതരമായ പരിക്ക് പറ്റിക്കാനുള്ള ശ്രമം നടത്തി. ഇതുകൂടെ തന്നെ ക്രിമിനൽ ബലപ്രയോഗം അടക്കമുള്ള വകുപ്പുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും തങ്ങൾക്ക് പ്രശ്നമില്ല. രാഹുലിനെതിരെ 26 കേസുകൾ BJP വിവിധ വിഷയങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജയിലിൽ പോകണമെങ്കിൽ തങ്ങൾ ജയിലിൽ വരെ പോയി പ്രതിഷേധിക്കുമെന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നത് തങ്ങളുടെ വനിതാ MP-മാരാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ശാരീരിക ആക്രമണം നേരിട്ടു എന്ന് പറഞ്ഞ് പരാതി നൽകിയത്. പക്ഷേ ആ പരാതിയിൽ എന്തുകൊണ്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഒരു പാർട്ടി നൽകിയ പരാതി എടുക്കുമ്പോൾ മറ്റു പക്ഷത്തിന്റെ പരാതിയും പോലീസ് പരിഗണിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതിലൊരു പരിഗണന ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം പ്രസക്തമായി തന്നെ ഉയർന്നു നിൽക്കുന്നു. ഒരുപക്ഷെ അതിലും വരും മണിക്കൂറുകളിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരും. തങ്ങൾക്കെതിരെ എന്ത് കേസുണ്ടായാലും തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇപ്പോൾ വിജയ് ചോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പാർലമെന്റിലേക്ക് മാർച്ചായി അവർ മുന്നോട്ട് പോകും. എന്തായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും ഉടൻ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേസെടുത്ത് ഭീഷണിപ്പെടുത്താനാവില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഇതിലും എത്രയോ കേസുകൾ ഉള്ളതാണ്. വേണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണെന്നൊക്കെ നേരത്തെ KC വേണുഗോപാലും പറയുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം പാർലമെന്റ് വിജയ് ചൗക്കിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷത്തിന്റെ പാർലമെന്റ് മാർച്ച് ആരംഭിക്കുകയാണ്. അവിടെ തയ്യാറെടുപ്പുകളെല്ലാം അവസാന ഘട്ടത്തിലെത്തി എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം അതിന്റെ മുന്നണിയിലേക്ക് എത്തും. ഒപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അവിടെ എത്തും. നിലവിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കളും MP-മാരുമൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. എന്തായാലും ഈ മാർച്ച് പാർലമെന്റിന് ഏതുവരെ പോകും, അത് എങ്ങനെയായിരിക്കും അതിനെ പോലീസ് തടയാൻ പോകുന്നത് എന്നതൊക്കെ നിർണായകമായൊരു സംഗതിയാണ്. എന്തായാലും 11 മണിയോട് സഭ ആരംഭിക്കുമ്പോൾ തന്നെ സഭ വീണ്ടും പ്രക്ഷുബ്ധമയമാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇരു സഭകളിലും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമിത്ഷാ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ മാപ്പ് പറയാൻ എന്തായാലും താൻ മാപ്പ് പറയുന്നൊരു നിലയിലേക്ക് എത്തില്ല എന്നുള്ളൊരു നിലപാട് ഒരു പക്ഷേ ഭരണപക്ഷത്തിനും ഉണ്ടാകണം. തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നുള്ളൊരു വിശദീകരണം നേരത്തെ തന്നെ അമിത്ഷാ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് കൂടിയാണ് അവകാശ ലംഘനത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് നൽകിയതും. അതുകൊണ്ട് തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്ന് ഓൾറെഡി ഒരു വിശദീകരണം നൽകിക്കഴിഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മാപ്പ് പറച്ചിലേക്ക് എന്തായാലും അമിത്ഷാ പോകാനിടയില്ല. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പാർലമെന്റ് മാർച്ച് ആരംഭിക്കാൻ പോകുന്നു.